എമ്പുരാൻ ഈ മാസം 27 റിലീസ് ആവുന്നതുകൊണ്ട് ലൂസിഫർ ഒന്ന് റീവാച്ച് ചെയ്യാന്ന് വിചാരിച്ചു നെറ്റ്ഫ്ലിക്സിൽ ഒന്ന് തപ്പി നോക്കിയപ്പോഴത്തേക്ക് ലൂസിഫർ കിട്ടില്ല. പകരം കിട്ടിയത് ഈ അപരാധവും, ഗോഡ് ഫാദർ, ചിരുകാരന്റെ ഗോഡ് ഫാദർ. എന്തായാലും തപ്പിപ്പോ ഈ അപരാധം കിട്ടിയ സ്ഥിതിക്ക് എന്തായാലും കാണാമെന്ന് വിചാരിച്ചു. ഗോഡ് ഫാദർ റോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ വേറെ രണ്ടുപേരെ റോസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഒന്നാമത്തെ ആള് നമ്മുടെ ചിരുകാര് തന്നെ, രണ്ടാമത്തെ ആള് ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ. ചിരുകാര് ഗോഡ് ഫാദറിന്റെ പ്രസ് മീറ്റിൽ വെച്ച് പറഞ്ഞത്, ലൂസിഫർ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും ലൂസിഫറിൽ ഒരുപാട് ലാഗുകളുണ്ട്. ലാഗ് ഒരുപാടുണ്ടായിട്ട് ഞാൻ ആ ലാഗുകളൊക്കെ വെട്ടിക്കുറച്ച് ഇത് ഭയങ്കര ക്രിസ്പാക്കിയാണ് ఈ పடம் ఇర్కున్నది. లూసిఫర్ని కాటి 100 మడంగు బెటర్ ఆയിരിക്കും ఈ పடம் എന്നാണ് చిరుగారి తల్లి അങ്ങോട്ട് మార్చదు. లేదేంటి సకలం ఆపేశారు, దీనికి పూర్తిగా అర్థం కావట్లేదు. నాకు తెలుగు వెర్షన్ చూస్తాను, అయినా సరే నాకు పూర్తి సంతృప్తి లేదు. പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ കാർത്തി, കൂൾ ഡൗൺ. നമുക്ക് പിന്നെ നിയമപരമായി തന്നെ ഒതുക്കാം. എടുക്കുന്നതേ കോപ്പി, എന്നിട്ട് അതിന്റെ ഇടയ്ക്ക് വർത്താനം. ഇത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇയാൾ റീമേക്ക് ചെയ്യണത്? 90s 2000 ഒക്കെ ബാലയെ ട്രോൾ മെറ്റീരിയലും ചിരുകാരും മാസ് പറഞ്ഞു. ഇപ്പൊ നേരെ ഉൾട്ടായി. ഇപ്പൊ ചിരുകാരും ട്രോൾ മെറ്റീരിയലും ബാലയെ മാസ്. അതെങ്ങനെ ശരിയല്ല. ചിരുകാരും ലൂസിഫർ ലാഗാന്ന് പറഞ്ഞിട്ട് ജിതിൻ രാമദാസിന്റെ ക്യാരക്ടർ തന്നെ പടത്തിൽ നിന്ന് ഇല്ലാണ്ടായി. കാരണം വേറൊന്നുമല്ല, ചിരുകാരിന്റെ പടത്തിൽ വേറെ ആരും വന്ന് മാസ് കാണിക്കുന്നത് ചിരുകാരിന് ഇഷ്ടമല്ല. അടുത്ത ആള് ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ. ഇതിൻ്റെ അകത്ത് ചിരുകാരുവിന്റെ അഭിനയം കണ്ടു കഴിഞ്ഞാൽ മോഹൻലാൽ വരെ മാറി നിൽക്കും. മോഹൻലാലിനൊന്നും ഒരിക്കലും ചിരുകാര് ചെയ്ത പോലെ അഭിനയിക്കാൻ പറ്റില്ലെന്നൊക്കെയാണ് ഈ എംബോക്കി സ്ക്രിപ്റ്റ് റൈറ്റർ പറയുന്നത്. മോഹൻലാൽ എന്ന് പറഞ്ഞ നടന്റെ ഏറ്റവും മോശം സമയത്ത് റിലീസായ പടമാണ് ലൂസിഫർ. അതിൻ്റെ അകത്താണ് ബോട്ടോക്സ് അടിച്ചിട്ട് മുഖം അനക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഇരുന്നത്. എന്നിട്ടും ആ മനുഷ്യൻ ചെയ്തതിന്റെ പകുതി ഓവർ പോലും ചിരഞ്ജീവിക്കില്ല. ചിരഞ്ജീവിക്ക് ആ ക്യാരക്ടറിന് സ്വാഗില്ല, ഒരു കോപ്പുമില്ല. എന്നിട്ടാണ് മോഹൻലാലുമായിട്ട് കമ്പയർ ചെയ്യണത്. ഏറ്റവും മോശം സമയത്ത് ചെയ്ത ക്യാരക്ടറിന്റെ ലെവൽ തന്നെ പിടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ആ മനുഷ്യന്റെ പീക്ക് സമയത്തുള്ള ഏതെങ്കിലും ക്യാരക്ടർ ചിരഞ്ജീവിക്ക് ചിന്തിച്ചു പോലും നോക്കാൻ പറ്റില്ല. എന്നിട്ടാണ് ചിരഞ്ജീവി മോഹൻലാലിട്ട് കമ്പയർ ചെയ്യണല്ലേ. പിന്നെ എന്റെ കയ്യിലെന്തെങ്കിലും കിട്ടും, അന്ന് നിന്റെ അവസാനമാണ് നിന്റെ എടുക്കണത് റീമേക്ക്. എന്നിട്ട് അതിനൊരു സ്ക്രിപ്റ്റ് റൈറ്റർ. അവിടെ കാശ് തരുന്നതിനുള്ളത് കൂയാൻ മതി, അതിൽ കൂടുതൽ കൂരുത്. എന്നാൽ നമുക്ക് സ്റ്റോറിയിലേക്ക് കിടക്കാം. സ്റ്റോറിയിലേക്ക് കിടക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്കെല്ലാവർക്കും അറിയുന്ന കഥയല്ലേ, അതുകൊണ്ട് നമുക്ക് സ്റ്റോറി വിടാം. ഇവർ കൂടുതൽ പടം നന്നാക്കാൻ വേണ്ടി കുറെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. നമുക്ക് അത് തന്നെ റോസ്റ്റ് ചെയ്യാം. അത് തന്നെ ഒരുപാട് ട്രോൾ കണ്ടന്റ്. ഇതിൻ്റെ അകത്ത് ചിരുകാരുവിന്റെ പേര് ബ്രഹ്മ എന്നാണ്. എന്ത് പോഞ്ഞ പേരാണ് ഇത്? ബ്രഹ്മ എന്നൊക്കെ ആരെങ്കിലും പേരിടും. അതിനായിട്ട് നമുക്ക് ചിരുകാരുവിനെ നമുക്ക് സ്റ്റീഫൻ എന്ന് വിളിക്കാം. ലൂസിഫറിനകത്ത് PKRന്റെ മകനാണോ സ്റ്റീഫൻ എന്ന് നമുക്കറിയില്ല. അത് സിനിമയിൽ എവിടെയും പറഞ്ഞിട്ടുമില്ല, അതിനൊരു വ്യക്തതയുമില്ല. പക്ഷെ ഇതിൽ അങ്ങനല്ല. ഇതിൻ്റെ അകത്ത് PKRന്റെ ജാരസന്ധതിയാണ് നമ്മുടെ സ്റ്റീഫൻ. ഇതിൻ്റെ അകത്ത് മഞ്ജുവാരുടെ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് നയൻതാരയാണ്, ലേഡി സൂപ്പർ സ്റ്റാർ. ഇപ്പൊ അങ്ങനെ വിളിക്കാരെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ നയൻതാരനെ ആരാണ് ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ വിളിക്കുന്നത്? ഞാൻ വിളിക്കാറില്ല, വേറെ ആരും വിളിച്ച് ഞാൻ കേട്ടിട്ടില്ല. ആകപ്പാട് അവരുടെ പടത്തിൽ എഴുതി കാണിക്കും ലേഡി സൂപ്പർ സ്റ്റാർ. അത് ഇവര് പ്രൊഡ്യൂസ് ചെയ്ത പടങ്ങളിൽ മാത്രം. എന്നിട്ട് അവരെന്നെ ഇപ്പൊ വിളിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ചെയ്യുക? ഇതിൻ്റെ അകത്ത് നയൻതാര ആയതുകൊണ്ട് തന്നെ ജാൻവി നയൻതാരയുടെ മകളല്ല, അനിയത്തിയാണ്. കാരണം നയൻതാരയ്ക്ക് കുറച്ച് വയസ്സേ ഉള്ളൂ, 42 വയസ്സേ ഉള്ളൂ. ഈ പ്രായത്തിൽ എങ്ങനെയാണ് ഇത്രയും വലിയ മകളുടെ അമ്മയായിട്ടൊക്കെ അഭിനയിക്കുന്നത്? അത് നയൻതാരയുടെ ഇമേജിനൊന്നും ശരിയില്ല. അതുകൊണ്ട് അത് പറ്റും. ലൂസിഫറിൽ മസൂദ് പ്രത്യേകമാണെങ്കിൽ ചിരുകാര് അങ്ങ് ബോളിവുഡിൽ നിന്ന് ബായിനിറങ്ങി സല്ലുബായാണ് ഇതിൻ്റെ അകത്ത് മസൂദ്. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് മനസ്സിൽ വിചാരിച്ചു നോക്കി. നമ്മുടെ എബ്രഹാം ഖുറേഷിയും സയ്യിദ് മുഹമ്മദും കൂടെ ടാറുമാർ ടക്കർമാർ എന്ന് പറഞ്ഞിട്ട് ഡപ്പാങ്കുത്ത് ഡാൻസ് കളിക്കുന്നതൊന്ന് മനസ്സിൽ ചിന്തിച്ചു നോക്കിയേ. നമുക്കത് ചിന്തിച്ചു പോയെന്ന് നോക്കാൻ പറ്റുന്നില്ല. പക്ഷെ തെലുങ്കുമാരങ്ങനെയല്ല, അവന്മാരത് ചിന്തിച്ചു പ്രാവർത്തികമാക്കി. അവന്മാര് ഇന്റർനാഷണൽ ഡ്രോണുകളാടാ. അവന്മാരെ കൊണ്ട് ഈ പേക്കൂത്തൊക്കെ എന്തിനാണ് കാണിപ്പിക്കുന്നത്? എനിക്ക് മനുഷ്യന്മാരാണ്. ലൂസിഫറിന്റെ അകത്ത് പൃഥ്വിരാജ് ഒന്ന് ചിരിച്ചു പോലും ഞാൻ കണ്ടിട്ടില്ല. ആ കോമ നമ്മുടെ സല്ലുബായിന്റെ ഒരു ഇൻട്രോ ഉണ്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും തോൽവിയായിട്ടുള്ള ഇൻട്രോ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. സാധാരണ പുരുഷൻ ബൈക്ക് ഓടിക്കണ എങ്ങനെയാണ്? സാധാരണ ഇങ്ങനല്ലേ. പക്ഷെ സല്ലുബായ് എങ്ങനെയല്ല. സല്ലുബായ് ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് കാലുമേ കാലിട്ട് ഇങ്ങനെ ഓടിക്കണത്. അപ്പൊ ഗിയർ ആരിടും? പിന്നെ ബായുടെ കയ്യിലിരിക്കണം ബൈക്ക്, അത് ലോകോത്തര ബൈക്ക്. അതിൻ്റെ അകത്തുള്ള ഫെസിലിറ്റീസ് ജെയിംസ് ബോണ്ടിന് പോലും ഇല്ല. കാരണം ഈ ബൈക്ക് ബായുടെ കയ്യിലിരിക്കല്ലേ. എന്നിട്ട് ബൈക്കിൽ ഒരു സ്വിച്ച് അങ്ങോട്ട് തട്ടും. അപ്പൊ ഒരു മിസൈൽ വന്നിട്ട് ലോറിയുടെ ഇടയിലങ്ങോട്ട് കയറും. എന്നിട്ട് ലോറി പൊങ്ങി ഇങ്ങനെ പറന്ന് പോവാൻ നേരത്ത് ബായ് ആ പോണവന് ടാറ്റയൊക്കെ കൊടുക്കും. എടാ, ഒരു മനുഷ്യൻ ചാവം കിടക്കുമ്പോഴാണ് ടാറ്റ കൊടുക്കുന്നത്.
ഗോഡ് ഫാദറിലെ എബ്രഹാം ഖുറേഷി ഒരു നന്മ മരമാണ്. സ്വന്തം അച്ഛനായ PKRനെ പാർട്ടി ഫണ്ട് തന്നവന്മാര് അഴിമതി ചെയ്യാൻ വേണ്ടി ഫോഴ്സ് ചെയ്യുന്നത് കാണാൻ സഹിക്കവയ്യാതെ നാട് വിട്ടു പോയി വലിയ ഗാങ്സ്റ്ററായി അവിടുത്തെ നാട്ടുകാരെ കൊള്ളയും കൊലയൊക്കെ ചെയ്ത് അവിടുത്തെ കാശ് കൊണ്ടുവന്ന് ഇവിടെ അച്ഛന് ഫണ്ടിങ്ങിന് സഹായിക്കുന്ന ഒരു നന്മ മരം. നമ്മൾ ചിരുകാരു ഒരു നന്മകരമാണെങ്കിലും പുള്ളി മറ്റേ ഡബിൾ സ്റ്റാൻഡിന്റെ ആളാണ്. കാരണം പുള്ളി മറ്റേ സ്മഗ്ലിങ് ഇതൊക്കെ ചെയ്ത് കാശുണ്ടാക്കാം. പാർട്ടിയിലുള്ള ആൾക്കാർക്ക് അഴിമതിയും ചെയ്തുകൂടാ. ഇവിടെ ബിഗ് ബോസിൽ പോലും ഇല്ലല്ലോ ഇത്രയും ഡബിൾ സ്റ്റാൻഡുള്ള ആൾക്കാർ. നമ്മുടെ ബോബിയുടെ കഥാപാത്രം ചെയ്തിരിക്കുന്നത് നമ്മുടെ ജയദേവ് എന്ന് പറഞ്ഞ ആക്ടറാണ്. പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി ആകെപ്പാടുള്ള ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ പുള്ളി മാത്രമേ ഉള്ളൂ. പിന്നെ വേറൊരു സീനുണ്ട്. ചിരികാര് മറ്റേ നർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്ന ഡയലോഗ് പറഞ്ഞു. Narcotics is a dirty business. ഇത് കരയടാ. ഇപ്പൊ കണ്ടോ ലാലേട്ട അത് പറഞ്ഞത്. എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നാർക്കോട്ടിക്സ് ഇസ് എ ഡേർട്ടി ബിസിനസ്. അന്നെ കൊണ്ടതും പറ്റില്ല പുള്ളിയെ. പിന്നെ ഇതിലെ ഹൈലൈറ്റ് സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിരുകാരിനെ അറസ്റ്റ് ചെയ്യണ സീൻ. അതായത് എന്റെ പിള്ളേരെത്തുന്നൂടാ എന്നുള്ള സീൻ. അപ്പൊ അതിൻ്റെ അത് ഡയറക്ടർ ചിരുകാരൻ ഇങ്ങനെ ആയിരിക്കും പറഞ്ഞത്. അപ്പൊ ചിരുകാരൻ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നു. അപ്പൊ കൊച്ചിനെ പോലീസുകാരൻ തല്ലുന്നു. അപ്പൊ പോലീസുകാരനെ ഇങ്ങനെ മതിലോട് ചേർത്തിട്ട് കാല് പൊക്കി കഴുത്തിന്റെ മുകളിൽ വെക്കുന്നു. ചിരുകാര് ഇത് കേട്ടോണ്ട് ചിരുകാരന്റെ ഗ്യാസ് വരുന്നുണ്ടോ. ചിരപ്പോ തന്നെ പറഞ്ഞോ, നമുക്ക് ഈ കാല് കഴുത്തിന് വെക്കുന്നതിന് വരും, നമുക്ക് അവിടെ ഒരു കസേര ഇടാം. ആ കസേരന്റെ അകത്ത് അവനെ തള്ളിയിട്ടിട്ട് എന്നിട്ട് അവന്റെ കഴുത്തിൽ കാല് വെക്കാം. അതെങ്ങനെയുണ്ട്? എന്റെ ചിരുകാരന്റെ ഡയറക്ടർ ഉണ്ടാവും. സാറ് എന്തായാലും അയാളെ ചവിട്ടിയല്ലോ. അപ്പൊ അയാള് സാറിനെ തിരിച്ചടിക്കും. ചിരുകാരൻ അത് ഇഷ്ടപ്പെടുവോ? എങ്ങനെ എന്നെ തല്ലാനാ? ഞാൻ ഇവിടുത്തെ മെഗാ സ്റ്റാർഡാ, എന്നെ തല്ലാനൊന്നും പറ്റുന്നില്ല. അതൊരു ഡൂപ്ലി പോലീസുകാരൻ. വേണമെങ്കിൽ അവനെ കൈ ഇങ്ങനെ പിടിക്കട്ടെ. അപ്പൊ ഞാൻ അവനിങ്ങനെ നോക്കും. അപ്പൊ കൈ ഇടും. എന്നിട്ട് ഞാൻ അവനെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കും. എന്നിട്ട് ഞാൻ നടന്നു പോകും. അതല്ലേ ഹീറോയിസം. പിന്നെ ഇതിൻ്റെ അകത്ത് ഷാജോന്റെ റോള് ചെയ്തിരിക്കുന്നത് നമ്മുടെ തെലുങ്ക് നടൻ സുനിലാണ്. സുനിൽ ഒരു കുഴപ്പമില്ലാത്ത ഒരു നല്ല നടനാണ്. പക്ഷെ ഷാജോന്റെ റേഞ്ച് മനസ്സിലാകണമെങ്കിൽ ഇതിൻ്റെ അകത്ത് സുനിലിന്റെ അഭിനയം കണ്ടാൽ മതി. മറ്റേ സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ചാണല്ല. അതിൻ്റെ അകത്ത് ഷാജോൺ അതിന് മുന്നേ ഒരു ഞെട്ടലുണ്ട്. അതൊരു സട്ടയിലായിട്ടൊരു ഞെട്ടലാണ്. ഇതിൻ്റെ അകത്ത് സുനിൽ മറ്റേ കള്ളിയങ്കാട്ട് നീലിനെ കണ്ട് പേടിക്കണത്. പിന്നെ വേറെ സീൻ കൂടുതൽ നന്നാക്കി കുളാക്കി വെച്ചിട്ടുള്ളത് നമ്മുടെ പ്രിയദർശിനി സ്റ്റീഫനെ ഫോണിൽ വിളിക്കുന്ന ഒരു സീനില്ലേ. അപ്പൊ സ്റ്റീഫൻ ചോദിക്കും എന്താ മളെ എന്ന് ചോദിക്കണല്ലേ, ആ സീൻ. അതിൻ്റെ അകത്ത് വരുന്നു, സ്റ്റീഫൻ ഫോൺ എടുക്കുന്നു. എന്നിട്ട് സ്റ്റീഫൻ ഒരു കരച്ചില്ല, അമ്മ. അവിടുന്ന് ചേട്ടായി, ഇവിടുന്ന് അമ്മ ചേട്ടായി, അമ്മ ചേട്ടായി എന്ന് പറഞ്ഞിട്ട് കരച്ചിലുണ്ട് എൻ്റെ കൂടെ. അപ്പൊ ഇയാളൊരു ഡോണില്ലേടൂ. അതിനകത്ത് ലൂസി പറഞ്ഞത് ലാലേട്ടന് ഒരു സ്ഥലത്ത് പോലും ബ്രേക്ക് ആവണില്ല. കരയണില്ല, ചിരിക്കണില്ല, ഒന്നുമില്ല. ഇതിൻ്റെ അകത്ത് ഇയാൾ കരഞ്ഞു മെഴുകി. പിന്നെ നേരിട്ട് കാണുമ്പോ കെട്ടിപ്പിടിച്ചല് കരയില് എന്തൊക്കെയാ കാണിച്ച് കൂട്ടുന്നത്, അൺസഹിക്കബിൾ. ഏകദേശം ലൂസിഫറിലെ പോലെ തന്നെയാണ്. പിന്നെ ഒരു മേജർ ചേഞ്ച് വരുന്നത് ക്ലൈമാക്സിലാണ്. അതായത് 100 വർഷമായിട്ട് തെലുങ്ക് സിനിമയുടെ ക്ലൈമാക്സ് അത് തന്നെയാണ്. കാരണം ഇതിൻ്റെ അകത്ത് ജാൻവിനെ തട്ടിക്കൊണ്ട് ബോബി പോകും. എന്നിട്ട് ജാൻവിനെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ സല്ലുബായും ചിരുവും കൂടെ അവരുള്ള സ്ഥലത്തേക്ക് പോകും. പിന്നെ അടി വെടി പോകാം, അതൊക്കെ തന്നെ. പിന്നെ അങ്ങോട്ട് സല്ലുബായിന്റെയും ചിരുകാരുവിന്റെയും കോമാളിത്തരങ്ങളാണ്. അതായത് സല്ലുബായി ഷോൾഡർ കൊണ്ട് ജീപ്പ് തള്ളി നീക്കുക, ജീപ്പ് കൊണ്ട് മതിലിടിച്ച് ഇറങ്ങുക. അപ്പൊ ഈ മതിലിടിക്കുമ്പോൾ ഉമ്മാർക്കൊന്നും പറ്റില്ല. എന്നിട്ട് ജീപ്പിനൊരു കുഴപ്പമില്ല. ഇത്രയും വലിയ മതിൽ ഇടിച്ചു പൊളിച്ചിട്ട് ജീപ്പിന് ഒരു സ്ക്രാച്ച് പോലും ഇല്ല. വില്ലന്റെ ആൾക്കാര് ചിരുകാരനെയും സൽമാനെയും കണ്ടോടെ തന്നെ കാലി വീഴും. ഇബ്രാഹിം ഖുറേഷി വരും, നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല? യേസൊല്ലല്ലേ PKRയുടെ പുള്ളിന്, യേസൊല്ലല്ലേ റട്ടച്ചങ്കല്ല ഖുറേഷിന്, യേസൊല്ലല്ലേ എന്ന് പറഞ്ഞിട്ട് കാലങ്ങട് വീഴും. എന്നിട്ട് ആ ഗ്യാങ്ങിലുള്ളവന്മാർ മൊത്തം നമ്മുടെ ബോബിക്ക് എതിരാവും. അങ്ങനെ ബോബി അവസാനം കീഴടങ്ങും. പിന്നെ ബോബിനെ കൊല്ലുന്നതിന് മുന്നേ ലൂസിഫറിലെ പോലെ ബൈബിൾ വചനവും മാസ ഡയലോഗും ഒരേ ഒരു രാജാവ് അങ്ങനത്തെ പരിപാടിയൊന്നും ഇതിൻ്റെതില്ല. കാരണം ചിരഞ്ജീവിക്ക് അതൊന്നും പറ്റില്ലെന്ന് അറിയില്ലേ. അതൊന്നും പറ്റില്ല ചിരഞ്ജീവിനെ കൊണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മുടെ ചിരുകാരു നമ്മുടെ ബോബിക്ക് എൻഡോസൾഫാൻ കലക്കി ഒരു ഇൻഹേലർ കൊടുക്കും. എന്നിട്ട് ഇതടിച്ച് ചത്തുപോടാന്ന് പറയും. അവൻ അതിനൊക്കെ തന്നെ ചെയ്യും. പാവം, എന്ത് ചെയ്യാനാ, മട്ടനായി പോയി. ക്ലൈമാക്സിൽ നമ്മുടെ നയൻതാരനെ CM ആക്കിയിട്ട് ചിരുകാരു നാട് വിട്ടു പോകും പ്രൈവറ്റ് ജെറ്റില്. ഇനി ആന്ധ്രയുടെ മുഖ്യമന്ത്രി നീയാണ് മോളെ എന്ന് പറഞ്ഞിട്ട്.
കഥ ഇനി അവസാനിച്ചിട്ടില്ല. ഈ ക്ലൈമാക്സിന് ഒരു ടൈലന്റ് കൂടി ഉണ്ടായിരുന്നു. ടൈലൻഡിൽ ചിരുകാരും സൽമാനും കൂടെ ലോകത്തുള്ള സകല ഡോണുകളെയും വിളിച്ചു വരുത്തി അവർക്ക് പാർട്ടി കൊടുത്ത് ഡാൻസ്, കൂത്ത്, പാട്ട്, പ്രഭുദേവൊക്കെ വന്ന് ഡാൻസ് കളിച്ചിട്ട് പോകും. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് എല്ലാ ഡോണുകളെയും നമ്മുടെ ചിരുകാര് വെടിവെച്ച് കൊല്ലും. വെടിവെച്ച് കൊന്നിട്ട് ഡോണുകളെ ഇല്ലാത്തൊരു സമൂഹമാക്കും. എന്ത് നല്ല നന്മയുള്ള ഒരു ഡോൺ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.